അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരോടും വളരെ ആത്മാർത്ഥപൂർവ്വം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഇവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലെ ഏറ്റവും പുണ്യമുള്ള ദിനങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. വളരെ കുറച്ച് ദിനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അള്ളാഹു തആല നമ്മുടെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ കൂടുതൽ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൃത്യവും വ്യക്തവുമായിരിക്കണം. പലപ്പോഴായി പല രൂപേണയാണ് അമലുകളൊക്കെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതരം വിശ്വാസത്തിലൂടെയാണ് പലരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല നാളെ പരലോകത്ത് വരുമ്പോൾ കുറേ ആളുകളുടെ അമലുകൾ ധൂളികളാക്കി മാറ്റുമെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. പ്രവർത്തനങ്ങൾ നന്നായി ക്ഷീണിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. ആ കൂട്ടത്തിലൊക്കെ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ ഇത്രയും കഠിനാധ്വാനങ്ങളുടെ ഫലം നിഷ്ഫലമായി പോകുമ്പോൾ, നരകത്തിൻ്റെ ആഴിയിലേക്ക് നമ്മളെ വലിച്ചെറിയുമ്പോൾ കരഞ്ഞു തീർത്ത് ആർത്തട്ടഹസിച്ച് സ്വർഗത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിന് വേണ്ടി അപേക്ഷിച്ചിട്ടൊന്നും കാര്യമുണ്ടാവില്ല. വളരെ കുറച്ച് കാലഘട്ടമാണ് ഈ ദുന്യാവിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെ സംഘടനയുടെയോ അല്ലെങ്കിൽ കൂട്ടായ്മയുടെയോ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയുടെയോ നാട്ടുകാരുടെയോ ചുറ്റുപാടുമുള്ള മറ്റു സുഹൃത്തുക്കളുടെയോ ഒക്കെ ചിന്ത എന്താകും, അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ശരിയായ വിശ്വാസത്തിൽ നമുക്ക് തുടർന്നു പോകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ എന്തു പറയുന്നു, ഹദീസുകൾ എന്തു പറയുന്നു, 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ജീവിതം എങ്ങനെയായിരുന്നു എന്നൊക്കെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രധാനമായും കർമ്മങ്ങൾ നിഷ്ഫലമാകുന്നത് ഒന്ന് കുഫറിലൂടെയാണ്. കുഫർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധമാണ്, കാഫിറാവുക എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല സത്യവിശ്വാസത്തിൽ നിലനിർത്തുമാറാവട്ടെ. ഖുർആൻ പറയാണ്, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. ഈ കുഫറുള്ള ആളുകൾ നാളെ പരലോകത്തെ അമലുകളുമായിട്ട് വരുമ്പോൾ, അവരുടെ അമലുമായി മുന്നോട്ട് വരുമ്പോൾ അവരുടെ എല്ലാ അമലുകളും ഹബാഅൻ മൻസൂറ, ധൂളികളാക്കിയിട്ട് അല്ലാഹു തആല മാറ്റുകയാണ്. വല്ലാത്തരം പ്രയാസകരമായ അവസ്ഥയാണത്. മറ്റൊരായത്തിൽ നമുക്ക് കാണാം, വമൻ യക്ഫുർ ബിൽ ഈമാനി ഫഖദ് ഹബിത അമലുഹു. ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അവൻ്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. അവിശ്വാസം എന്ന് പറയുന്നത്, അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നുണ്ട്, മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട്, കിതാബുകളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ചില അള്ളാഹുവിൻ്റെ ശിആറുകളിലൊക്കെ തന്നെ അതൊക്കെ ഉണ്ടോ എന്ന് തോന്നുമാറ് നിഷേധത്തിലേക്കൊക്കെ പോകുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ചില ആളുകൾക്കൊക്കെ തോന്നുകയാണ്, ഖബറിൽ ശിക്ഷയുണ്ടോ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യം അതൊക്കെ ഉണ്ടോ എന്നൊക്കെ തോന്നുകയാണ്. അങ്ങനെ ഹദീസ് നിഷേധത്തിലേക്കൊക്കെ പോകുന്ന പല ആളുകളുമുണ്ട്. കുഫ്രിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലം ഒരു ഇസ്ലാം എന്ന മതത്തിൻ്റെ ഈ ചട്ടക്കൂടിലേക്ക് വരിക എന്നുള്ളതും വരാതിരിക്കുക എന്നതും മാനദണ്ഡമാക്കിയിട്ടല്ല, ചില കാര്യങ്ങൾ മാത്രം മതിയോ. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്. കൈഫ തക്ഫുറൂന ബില്ലാഹി വ കുൻതും അംവാത്തും ഫഅഹ്യാക്കും. നിങ്ങളൊക്കെ നിർജീവമായ അവസ്ഥയിലായിരുന്നു. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ പേരെന്താ, നാടേതാ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഓരോ മനുഷ്യനുമുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് അല്ലാഹു തആല ഈ ലോകത്തേക്ക് ജീവിക്കാൻ അവസരത്തത് ഫഅഹ്യാക്കും സുമ്മ യുമീതുക്കും, എന്നിട്ട് നിങ്ങളെ മരിപ്പിക്കുന്നു, സുമ്മ യുഹ്യീക്കും, എന്നിട്ട് പരലോകത്ത് വീണ്ടും അള്ളാഹു കൊണ്ടുവരുന്നു,
തുമ്മ ഇലൈഹി തുർജഊൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയാണ്. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുകയാണോ എന്നാണ് അള്ളാഹു തആല ഖുർആനിലൂടെ ചോദിക്കുന്നത്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും ആകാശത്തിലെയും ഭൂമിയിലെയും എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിച്ചവരാണ് അള്ളാഹു തആല എന്ന് അള്ളാഹുവിനെ എടുത്തു പറയുന്നു. അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹു ആരാണെന്നും ഔന്നിത്യവും തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട്. ആരാണ് ഇവർ? ഈ സത്യനിഷേധികൾ ആരാണ്? വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ, അക്കൂട്ടരാണ് ഏറ്റവും കൂടുതൽ അക്രമികളായ അള്ളാഹുവിനോട് നന്ദി കെട്ട ആളുകൾ എന്ന് അള്ളാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. വമാ യജ്ഹദു ബി ആയാതിന ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ, സൂറത്തുൽ മുത്തഫിഫീനിൽ കാണാം, വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ അല്ലദീന യുകദ്ദിബുന ബിയൗമിദ്ദീൻ വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അദീം. അള്ളാഹുവിനെ നിഷേധിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട അതിക്രമികളായ പാപികളായ ആളുകൾ മാത്രമാണ് എന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ വ്യാജമാക്കുന്നവർ നീ കണ്ടുവോ? ഫദാലിക്കല്ലദീ യദുഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അടിസ്ഥാനപരമായി കുഫ്രിയത്തുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഒരു പ്രവർത്തനവും സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ഷിർക്കാണ്. ഷിർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ചില ആളുകളൊക്കെ പറയും മുസ്ലിം സമുദായത്തിലേക്ക് ഷിർക്ക് കടന്നു വരില്ല. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ തൽബിയത്ത് ചൊല്ലിയിട്ടാണ് ഉംറ നിർവഹിക്കാൻ പോകുന്നത്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്. നമ്മൾ പ്രഖ്യാപിക്കാൻ ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരുമില്ല. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്? നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലുന്ന കൂട്ടത്തിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ശരീക ല എന്ന് എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? രാവിലെ ചൊല്ലേണ്ട ദിക്റ് 100 പ്രാവശ്യം ഈ ദിക്റുണ്ട്, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളിൽ 100 പ്രാവശ്യം ഈ ദിക്റുണ്ട്. ഇത്രയും പ്രാധാന്യത്തോടു കൂടെ ആവർത്തിച്ച് ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൻ്റെ ഗൗരവമാണ്. നമ്മളിലേക്കൊക്കെ ഷിർക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനോട് പറയാണ്, ലൈൻ അശ്റക്ത ലയഹ്ബത്തുന്ന അമലുക മിനൽ ഖാസിരീൻ. ആരാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? അന്ത്യപ്രവാചകനാണ്, അഷ്റഫുൽ ഖൽഖാണ്. വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട വ്യക്തിത്വമാണ്, പാപങ്ങളിൽ സുരക്ഷിതരായ വ്യക്തിത്വമാണ്. ആ പ്രവാചകനോടാണ് പറയുന്നത്, ലയഹ്ബത്തുന്ന അമലുക ലൈൻ അശ്റക്ത ലയഹ്ബത്തുന്ന അമലുക മിനൽ വലതകൂനന്ന മിനൽ ഖാസിരീൻ. താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ താങ്കളുടെ അമലുകളും ബാത്തിലായി പോകുന്നു. നോക്കൂ നിങ്ങൾ, ഇതൊരു പ്രവാചകന്റെ വിഷയത്തിൽ മാത്രമല്ല, പ്രവാചകന്മാർ 18 പ്രവാചകന്മാരെ തുടർച്ചയായി പറയുന്ന ഒരായത്തുണ്ട്. ആ ആയത്തിന് ശേഷം അല്ലാഹു തആല ഖുർആനിൽ പറയാണ്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ആ പ്രവാചകന്മാരെങ്ങാനും ശിർക്ക് ചെയ്താൽ അവരുടെ അമലുകളും ബാത്തിലായി പോകുമെന്ന്. എന്താണ് ശിർക്ക്? അള്ളാഹുവിൽ പങ്കു ചേർക്കുക. ഈ ലോകം സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, ഈ അഖിലാണ്ട മണ്ഡലങ്ങൾ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും അള്ളാഹുവാണ് എന്നിരിക്കെ അള്ളാഹുവിന് സമന്മാരെ വെക്കുക. യാ അള്ളാ എന്ന് പറയുന്നത് പോലെ തന്നെ യാ നബി അള്ളാ എന്ന് പറയാം. അള്ളാഹും നബിയും ഒരുപോലെയാണോ? അല്ല. യാ അള്ളാ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ മരിച്ചുപോയ മഹാത്മാക്കളുടെ പേര് പറയാം. യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്ന് പറയുക. അപ്പോൾ അള്ളാഹ്ക്ക് സമന്മാരെ വെക്കുകയാണ്. ലോകം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്, മുദബ്ബിറുൽ ആലം അള്ളാഹുവാണ്. അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നവൻ. എങ്കിൽ ലോകം നിയന്ത്രിക്കാൻ ഒരാൾക്ക് കൂടെ കഴിയും, അത് CM മടവൂർ വലിയുള്ളയാണ് എന്ന് വിശ്വസിക്കുക. അത് തന്നെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ശിർക്ക് ചെയ്താൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്താലും, അമ്പിയാക്കന്മാർ ചെയ്താലും, വലിയുകൾ ചെയ്തു വന്നാലും, ഔലിയാക്കന്മാർ ചെയ്തു വന്നാലും, പണ്ഡിതന്മാർ ചെയ്താലും, ആര് ചെയ്താലും അവരുടെ അമലുകൾ ബാത്തിലായി പോകുമെന്നാണ് ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശമുണ്ട്. ആ ഉപദേശത്തിൽ ഏറ്റവും വലിയ ഉപദേശം അറിയുന്നത്, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്നുള്ളത് വലിയ പാപമാണ്, തെറ്റാണ് എന്നാണ്, ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമാണ്. സുഹൃത്തുക്കളെ, ഏത് തെറ്റ് ചെയ്ത് നമ്മൾ മരിച്ചു പോയാലും അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് പുറത്തു തരും.
പക്ഷേ ഷിർക്ക് ചെയ്ത് മരിച്ചു പോയാൽ അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ല എന്ന് മാത്രമല്ല, നരകത്തിൽ ശാശ്വതമായി കഴിയേണ്ടി വരും. ഇതാരാ പറയുന്നത്? അള്ളാഹുവാണ് പറയുന്നത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. ഷിർക്ക് ചെയ്ത് അള്ളാഹു തആല പുറത്തു തരൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്തത് എന്തെങ്കിലും ചെയ്തതിന് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് പുറത്തു കൊടുക്കും. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറ ഇസ്മൻ അലീമ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അള്ളാഹുവിൻ്റെ പേരിൽ വലിയ പാപമാണ് കെട്ടിച്ചമച്ചിട്ടുള്ളത്. അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്വാലിമീന മിൻ അൻസാർ. ഇത് ഖുർആനാണ് പറയുന്നത്. ഇത് ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ എന്താണ് ബുദ്ധിമുട്ട്? ഇത് ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ ചിന്തയിൽ നിന്ന് അയാളുടെ പേന എടുത്ത് ഒരു പേജിൽ എഴുതി കുറിച്ച കാര്യമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി കേവലം പ്രസംഗിച്ചു പോയ കാര്യമല്ല. ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നുള്ള ആയത്തുകളാണ്. എന്നിട്ടും കൈകളിലൊക്കെ ആലസ് കെട്ടി വരുന്ന എത്ര ആളുകളുണ്ട്. അരയിലൊക്കെ ആലസ് എല്ലാം തവക്കുലാക്കുകയാണ്, ആലസ് കെട്ടി. ഈ അവസ്ഥ മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക. ആരെങ്കിലും ആലസ് കെട്ടിക്കഴിഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാം തവക്കൽത്തു അലല്ലാഹ്, എല്ലാം അള്ളാഹുവിൽ പരമേൽപ്പിക്കേണ്ടത്. നമ്മുടെ ഹൗഫും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ഭക്തിയും നമ്മുടെ തേട്ടങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം ഉണ്ടോ മനസ്സിൻ്റെ അങ്ങേ അറ്റത്തിലുള്ള വിനയത്തിലുള്ള ആ ഭാവപ്രകടനങ്ങൾ അള്ളാഹുവിലേക്ക് മാത്രമാണ് പോകേണ്ടത്. അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കൊടിയ പാപമാണ്. നമ്മൾ അനുഷ്ഠിച്ച നോമ്പ് പോലും ബാത്തിലായി പോകും. നമ്മുടെ കഷ്ടപ്പാടുകൾ മുഴുവൻ ബാത്തിലായി പോകും. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പൊളിഞ്ഞ് ബാത്തിലായി പോകുമെന്നാണ്. ഇത് നിർബന്ധമായും തീർച്ചയായും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളാണ്. ഇനി ഭാഗികമായി ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ പോകാൻ സാധ്യതയുണ്ട്, അള്ളാഹു സ്വീകരിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിൽപ്പെട്ടതാണ് റസൂൽ പറഞ്ഞത് ചെറിയ ഷിർക്ക്. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ഞാൻ നിങ്ങളിൽ ചെറിയ ഷിർക്കിനെ ഭയപ്പെടുന്നു എന്ന്. റസൂലിനോട് സ്വഹാബത്തുകൾ ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലെ എന്താണ് ചെറിയ ഷിർക്ക്? അതിനെപ്പറ്റി റസൂൽ പറഞ്ഞത് റിയാ ആണ്. റിയാ ലോകമാന്യത, പ്രകടനപരത. ആളുകൾ കാണണം, എന്നെ എടുത്തു പറയണം, എന്നെ പുകഴ്ത്തണം, ആളുകൾക്ക് വേണ്ടി, അവരുടെ പ്രീതിക്ക് വേണ്ടി, അവരുടെ പറച്ചിലിന് വേണ്ടി, അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയൊക്കെ അമലുകൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ നോമ്പാവട്ടെ, നമ്മുടെ നിസ്കാരമാവട്ടെ, നമ്മുടെ മറ്റു സ്വതക്കകളാവട്ടെ, മറ്റു പ്രവർത്തനങ്ങളാവട്ടെ എല്ലാം അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു തആല പറയുകയാണ്, ഇദാ ജുസിയൻ നാസ് ബി അമാലിഹിം. ജനങ്ങളുടെ പ്രതിഫലം ആഗ്രഹിച്ച് നീ ചെയ്ത പ്രവർത്തനങ്ങളുണ്ട്, അതുകൊണ്ട് ഇദ്ഹബു ഇലല്ലദീന കുന്തും തുറാഊന ഫിദ്ദുന്യ. ദുന്യാവിൽ അവരുടെ പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്തുകൊണ്ട് അവരുടെ അടുക്കൽ പോയിട്ട് അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കോ. ഫന്ദുറു ഹൽ തജിദൂന ഇൻദഹും ജസാ. കിട്ടോ? അള്ളാഹു തരൂല. സുഹൃത്തുക്കളെ, ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ജനങ്ങൾ കാണാനും അറിയാനും വേണ്ടി ചെയ്യുന്ന നോമ്പാവട്ടെ, നിസ്കാരമാവട്ടെ, ദാനധർമ്മങ്ങളാവട്ടെ, മറ്റു പ്രവർത്തനങ്ങളാവട്ടെ അള്ളാഹു സ്വീകരിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, സ്വതക്ക പോലും ഇന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ അത് കൊടുക്കുന്നതും സെൽഫി എടുത്തിട്ടൊക്കെയാണ് സ്വതക്ക കൊടുക്കുന്നത്. ഹജ്ജ് ചെയ്യുന്ന, ഉംറ ചെയ്യുന്ന സമയത്ത് ഉംറ ഞാൻ തവാഫിലാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ വീഡിയോ, അതിൻ്റെ ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിലും അതേപോലെ സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കുകയാണ്. ഞാൻ സഅയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഉംറയുടെ നുസുഖുകളൊക്കെ എല്ലാം പാലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ലൈവായി വീഡിയോ കോളിലൂടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകടനപരത, റിയാ ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്താ പറയുക, ഇത് ചെയ്തത് എടുത്തു പറയാം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ ചെയ്തത് എടുത്തു പറയരുത്, അത് ആളുകൾക്ക് ഉപദ്രവമുള്ള രൂപത്തിൽ ചെയ്യുകയും ചെയ്യരുത്. നോക്കൂ നിങ്ങൾ, എത്രയെത്ര വീടുകളിലാണ് ഇന്ന് ആളുകൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് ചാരിറ്റിയുടെ ഗുണഭോക്താവായിട്ട്. പക്ഷേ അവരുടെ ഐഡൻറ്റിറ്റി പോലും സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലും പ്രത്യക്ഷമാവുകയാണ്. അങ്ങനെ ജീവിക്കേണ്ടി വരുന്ന വല്ലാത്ത ദയനീയാവസ്ഥ വളരെ നാണം കെട്ട പ്രവർത്തനമാണ്. അതിനങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഉണ്ടാവരുത്. അവരുടെ ഐഡൻറ്റിറ്റിയെ മറച്ചു വെച്ചുകൊണ്ടുള്ള സ്വതക്കുകൾ നമ്മൾ ചെയ്യണം.
അവർക്കുള്ള ആവശ്യങ്ങൾ നമ്മൾ നിർവഹിച്ചു കൊടുക്കണം. അത് എടുത്തു പറയരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അമലുകളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു അമലെടുത്ത് പറഞ്ഞിട്ട് എല്ലാ നിസ്കാരവും അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. 5 വക്ത് നിസ്കാരം നമ്മുടെ മേൽ ബാധ്യതയുള്ള കാര്യമാണ്. എന്നാൽ അസ്ർ നമസ്കാരത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഹാഫിളു അല സ്വലവാത്ത് വസ്വലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ. ഈ സ്വലാത്തുൽ വുസ്ത എന്ന നിസ്കാരം നിങ്ങൾ സൂക്ഷിക്കണം. അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അസ്ർ നമസ്കാരമാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾ ഭയഭക്തിയുള്ള നിലയിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുകയും വേണമെന്നാണ് ഖുർആൻ പറയുന്നത്. റസൂലിൻ്റെ ഹദീസിൽ കാണാം, മൻ തറക സ്വലാത്തുൽ അസ്രി ഫഖദ് ഹബിത അമലു. ആരെങ്കിലും അസ്ർ നിസ്കാരം ഒഴിവാക്കുകയാണെങ്കിൽ, നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അവൻ്റെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇത് വിചാരിച്ച് ബാക്കി നിസ്കാരങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ പൊളിഞ്ഞു പോകില്ല എന്നുള്ളതല്ല. ഇത് പ്രത്യേകം ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളൊക്കെ പല രൂപത്തിൽ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ചില ആളുകൾ പറയും, ഇപ്പോൾ കുട്ടികൾക്ക് അസുഖം വന്നുകൊണ്ട്, നമുക്ക് തന്നെ അസുഖം വന്നുകൊണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ. മനുഷ്യരായാൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. എങ്കിൽ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ വരുന്ന സമയത്ത് മനുഷ്യരുടെ ഭാവി അറിയാൻ വേണ്ടി ഞാനൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഉള്ളത്, ഞാനൊരു പ്രയാസ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണ് എന്നൊക്കെ അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയൊക്കെ ജ്യോത്സ്യന്മാരെ കാണാൻ പോകുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളെ കാണാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, മൻ അത അറാഫൻ, ആരെങ്കിലും ജ്യോത്സ്യൻ്റെ അടുക്കൽ പോയാൽ ഫസലഹു അൻ ഷൈഇൻ, ആ പറയുന്നത് കേട്ടാൽ, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 സന, അവൻ്റെ 40 ദിവസത്തെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് ഇത് കേട്ടാൽ മതി 40 ദിവസം നിസ്കാരം സ്വീകരിക്കില്ല എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ സമുദായത്തിൻ്റെ ഒരുപാട് പെണ്ണുങ്ങൾ, സ്ത്രീ സമൂഹം ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ പ്രത്യേകിച്ച് പെട്ടെന്നാണ് പൊട്ടിപ്പുറപ്പെടുക ചെയ്യുക. ആകെ അറിയാം മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, ഇതേ അറിയുള്ളൂ. ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് പോലും അറിയില്ല. എത്ര കിതാബ് എന്ന് ചോദിച്ചാൽ കിതാബ് പഠിച്ചിട്ടുണ്ടാവില്ല, കിതാബ് തിരിയില്ല, ഖുർആൻ്റെ തഫ്സീർ അറിയില്ല, ഒന്നും അറിയില്ല, ഒരു കിതാബും തിരിയില്ല. പക്ഷെ ഇങ്ങനത്തെ വ്യക്തികളുടെ അടുക്കിലേക്കൊക്കെ പോയിക്കൊണ്ട് ആളുകൾ അവരുടെ സങ്കടങ്ങൾ പറയുകയാണ്, അവർ ഓതിക്കൊടുക്കുന്ന വെള്ളം കുടിക്കുകയാണ്, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ നിന്നു കൊടുക്കുകയാണ്. വലിയ സാമ്പത്തികമായ ബാധ്യത കൂടി ഈ കാണലിനും പോകലിനും ഒക്കെ വരികയും ചെയ്യുകയാണ്. അതാണ് റസൂൽ പറയുകയാണ്, 40 ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈല, 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ, ഇനി മൂപ്പർ പറയുന്നത് സത്യപ്പെടുത്തിയാൽ, ഈ ജ്യോത്സ്യം പറയുന്നതിനെ ഉൾക്കൊണ്ടാൽ, അത് സ്വീകരിച്ചാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതിനെ നിഷേധിച്ചു. ആരായി? കാഫിറായി മാറിയാണ്. കാഫിറായി കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹു അവൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കില്ല. അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ധൂളികളായി പറന്നു പോകുമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മുടെ സമുദായത്തിൽ ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിലെ ഏറ്റവും ഉന്നത നിലവാരത്തിലും ഉന്നത ജീവിതം നയിക്കുന്നവരും മഹത്വമേറിയവരും ആയിരിക്കും അവർ. പക്ഷേ നമ്മുടെ തേട്ടങ്ങളും വണക്കങ്ങളും എല്ലാ പ്രതീക്ഷകളും നമ്മൾ അർപ്പിക്കേണ്ടത് ആരോട് മാത്രമാണ്? അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഭാവി അറിയുന്നവൻ ആരാ? അല്ലാഹ്. നമ്മുടെ ഭൂതം അറിയുന്നവൻ ആരാ? അല്ലാഹ്. തലകാല വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവനാണല്ലോ. പിന്നെ എന്തിനാ ആയത്തുൽ കുർസി ഓതുന്നത്? ആയത്തുൽ കുർസിയുടെ മഹത്വം എന്താ? ആയ ഏറ്റവും മഹത്വമേറിയ ആയത്താണ് ആയത്തുൽ കുർസി. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഓതുന്നില്ലേ? എല്ലാ ഭക്ത നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ഓതുന്നില്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എന്താ അതിൻ്റെ ആശയം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലത്തെ തങ്ങന്മാരുടെയോ ജ്യോത്സ്യന്മാരുടെയോ കാഹിനികളുടെയോ അടുക്കിലേക്ക് പോകാൻ കഴിയില്ല. നമ്മൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നതും പറയുന്നതും. അതേപോലെ തന്നെ ധാർമ്മിക രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തരങ്ങൾ മദ്യപാനാണ്. മദ്യപാനം പാടില്ല. 2 തരം ലഹരിയാണ് ഇന്ന് നമ്മുടെ സമുദായത്തെ, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ, സമൂഹത്തെയൊക്കെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹിക തിന്മയാണ്. നമ്മുടെ സമുദായത്തിലെ ഒരുപാട് മെമ്പർമാർ ഇതിൻ്റെ ഉപഭോക്താക്കളാവണം.
ഇതിൻ്റെ വിൽപ്പനക്കാരാണ്. ഈ റമദാനിൽ പോലും നിക്കാഹ് കഴിഞ്ഞ തൻ്റെ ഭാര്യയുടെ റൂമിൽ അവിടെ ടോയ്ലറ്റിൽ ഒളിപ്പിച്ചു വെച്ചൊക്കെയാണ് MDMA. ഒന്ന് ആലോചിച്ച് നിങ്ങൾ. രാസലഹരിയുടെ ഉപയോഗം, മദ്യപാനം നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന അപകടങ്ങൾ വലുതാണ്. സ്വന്തം മകളുടെ കഴുത്തറുത്ത് കൊന്നത് മദ്യപിച്ചിട്ട് ഒരു പിതാവ് ചെയ്തതാണെങ്കിൽ, സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നത് ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടാണെങ്കിൽ, സ്വന്തം ഭാര്യയെ അടിച്ചു കൊന്നത് ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടാണെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതിൻ്റെ അപകടം വലുതാണ്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ശരിബൽ ഖംറ, ആരെങ്കിലും കള്ളു കുടിച്ചാൽ ലം തുഖ്ബൽ ലഹു സലാത്തുൻ 40 സ്വബാഹൻ, 40 ദിവസത്തെ നിസ്കാരം അവൻ്റെ നിന്ന് സ്വീകരിക്കില്ല. ഫൈൻ താബ താബ അല്ലാഹു അലൈഹി, നീ തൗബ ചെയ്താൽ ആ തൗബ അല്ലാഹു തആല സ്വീകരിക്കും. ഫൈൻ ആദ, വീണ്ടും ആ തെറ്റിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ലം യഖ്ബലില്ലാഹു ലഹു സ്വലാത്തുൻ 40 സ്വബാഹ, 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, വസഖാഹു മിൻ നഹരിൽ ഖബാൽ, അവൻ തൗബ ചെയ്തില്ല, വീണ്ടും ഇതിൽ ആപതിച്ചുകൊണ്ട് ഇതിൽ മുഴുകിക്കൊണ്ട് ആ സുഖങ്ങളും ആസ്വാദനങ്ങളും തേടിക്കൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീനത്തുൽ ഖബാറിൽ നിന്നൊരു വെള്ളം അവന് കൊണ്ട് കുടിപ്പിക്കും. ആ നദിയിലെ വെള്ളമാണ് അവനോട്. മനുഷ്യ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ജലവും ആ ദുർഗന്ധം വമിക്കുന്ന ജലമാണ് ഈ മദ്യപാനികൾക്ക് വേണ്ടി അല്ലാഹു തആല നാളെ പരലോകത്ത് നരകത്തിൽ വെച്ച് കൊടുക്കുക എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലിൻ്റെ ഹദീസ് കാണാം, മൻ ശരിബൽ ഖംറ ശുർബത്തൻ ലം തുഖ്ബൽ ലഹു തൗബത്തുൻ 40 സ്വബാഹൻ, ആരെങ്കിലും കള്ളു കുടിച്ചാൽ 40 ദിവസത്തെ തൗബ അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യുവതലമുറ ഇതിലേക്ക് കൂടുതൽ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ്. പൊതുബോധം മാറ്റപ്പെടുന്നുമുണ്ട്. പൊതുബോധം മാറ്റപ്പെടുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ കള്ളു വലിയൊരു ഔഷധമാണ് എന്ന ചിന്തയിലേക്ക് എത്തുന്നത്, കഞ്ചാവ് കേവലം ഒരു ചെടിയാണ് എന്ന ചിന്തയിലേക്ക് എത്തുന്നത്, ഇതൊന്നും വലിയ തിന്മയല്ല, ഇതിനൊന്നും കുഴപ്പമില്ല എന്ന ലിബറൽ കാഴ്ചപ്പാടുകൾ കുത്തി വെച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബം മോശപ്പെട്ട വ്യവസ്ഥിതിയാണെന്നും വിവാഹം എന്നത് മോശപ്പെട്ട സംസ്കാരമാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അപകടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമെന്നുള്ളത് മനസ്സിലാക്കുക സഹോദരങ്ങളെ. അതുകൊണ്ട് മദ്യപാനം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കില്ല, 40 ദിവസത്തെ തൗബ അല്ലാഹു തആല തടഞ്ഞു വെക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മുടെ സമൂഹത്തിലൊക്കെ ഇപ്പോൾ ട്രെൻഡായ ഒരു കാര്യം തരങ്ങൾ ഫാൻസി നായയെ വളർത്തുക. എന്താണ് ഇസ്ലാമിൽ നായയെ വളർത്തുന്നതിൻ്റെ ഹുക്കുമ്? നായ വളർത്താം, വേട്ടയ്ക്ക് വേണ്ടി, കാലികളുടെ സംരക്ഷണത്തിന് വേണ്ടി, കൃഷിക്ക് വേണ്ടിയൊക്കെ നായ വളർത്താവുന്ന. അങ്ങനെ വളർത്തുകയാണെങ്കിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അതിന് വീടിൻ്റെ ഉള്ളിലേക്കല്ല കൊണ്ടുപോവുക, അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്താണ് നിർത്തുക. എന്നാൽ നോക്കൂ നിങ്ങൾ, ബെഡ്റൂമിലാവട്ടെ, വീടിൻ്റെ എല്ലാ മേഖലകളിലും ഈ നായയെ വളർത്തിക്കൊണ്ട് നായുമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്, മൻ യഖ്തന കൽബൻ ഇല്ല കൽബ സ്വൈദിൻ ഔ മാഷിയത്തിൻ നഖസ മിൻ അജ്രി കുല്ല യൗമിൻ ഖീറാത്താൻ. ഓരോ ദിവസവും 2 ഖീറാത്ത് പ്രതിഫലം അവൻ്റെ അടുക്കൽ നിന്ന് അല്ലാഹു തആല കുറച്ചു വരും. എന്താ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉഹുദ് മലയോളം. ഖീറാത്തിൻ്റെ പ്രതിഫലം പറഞ്ഞ ഹദീസ് ഏതാരങ്ങൾ മയ്യത്ത് നിസ്കാരത്തിലും മരണാനന്തര ചടങ്ങുകളിലും പങ്കെടുത്താൽ 1 ഖീറാത്ത് പ്രതിഫലമുണ്ട്, പൂർണ്ണമായി പങ്കെടുത്താൽ 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. 1 ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉഹുദ് മലയാണ് നമ്മൾ പഠിച്ചതാണ്. എങ്കിൽ നായ വളർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 2 ഖീറാത്തുകൾ അവൻ്റെ 2 ഖീറാത്തുകൾ പ്രതിഫലം ഓരോ ദിവസവും അവനിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, അമലുകൾ ബാത്തിലാകുന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. ഇനി ഇതിന് ഹുക്കുമ് തേടി വരരുത്. നായ വളർത്താൻ പറ്റൂല എന്നുള്ളത് ചോദിച്ചു വരരുത്. ആർക്കേ പറ്റുള്ളൂ? വേട്ടക്കാരനും അതേപോലെ തന്നെ വീട്ടിലുള്ള കൃഷി ആവശ്യങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പറ്റുള്ളൂ. അതിനെ പുറത്താണ് കെട്ടേണ്ടത്, ഉള്ളിലേക്കല്ല കൊണ്ടുവരേണ്ടത്. അത് അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദ്റൂനൽ മുഫ്ലിസ്, പാപ്പരായവനെ നിങ്ങൾക്കറിയോ? ആരാണ് പാപ്പരായവൻ? സഹോദരങ്ങളെ, റമദാനിലാണ് നമ്മൾക്കുള്ളത് മുഫ്ലിസ് എന്നാണ്. റസൂലിനോട് സ്വഹാബികൾ പറഞ്ഞു, ദിർഹമും
ദീനാറൊന്നും ഇല്ലാത്തവനെ പാപ്പരായവൻ എന്ന് പറയും. ഇവിടെ ഇഫ്ലാസ് പ്രഖ്യാപിക്കാന്ന് പറയും, കോടതി ഇഫ്ലാസ് പ്രഖ്യാപിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, അൽ മുഫ്ലിസ് മിൻ ഉമ്മത്തി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഒരു വിഭാഗം ആളുകൾ കടന്നു വരും. അവരൊരുപാട് അമലുകളുണ്ട്, പക്ഷേ കുറേ ആൾക്കാരെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഓൻ്റെ സമ്പത്ത് തട്ടിപ്പറിച്ചിട്ടുണ്ട്, ഓനെ ഇകഴ്ത്തിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾ? ഈ ആളുടെ അമലുകളൊക്കെ ആ വ്യക്തിക്കാണ് കൊടുക്കും. തീർന്നിട്ടില്ല, ഇവൻ്റെ അമലുകളൊക്കെ തീർന്നെങ്കിൽ ആ വ്യക്തിയുടെ ചീത്ത അമലുകളൊക്കെ ഇവനാണ് കൊടുക്കും. അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിപ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ അങ്ങനെ തീർന്നു പോകും. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് വിശദമായി ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുക. അല്ലാഹു തആല ഈ ഇരുത്തം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഇവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അനുഷ്ഠിച്ച എല്ലാ നോമ്പുകളും അല്ലാഹു തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ അവസാനത്തെ 10 എല്ലാ പുണ്യങ്ങളും അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.